അങ്ങ് ആദ്യം എൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ്. ഉപ്പ് തിന്ന് എല്ലാവരും വെള്ളം കുടിക്കുമോ? ആരായാലും, അതായത് പത്മകുമാറായാലും കടകംപള്ളി ആയാലും പ്രശാന്ത് ആയാലും. ഇവിടെ ഇത്തരത്തിൽ ഞാനീ പറഞ്ഞത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നുള്ള മലയാള ചൊല്ല് ഞാൻ പറഞ്ഞു എന്നുള്ളത്. പക്ഷേ അതിനപ്പുറമാണ്. ഇത് ഉപ്പൊന്നുമല്ല. ഉപ്പിനൊക്കെ വലിയ വിലയുണ്ട്. ആ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാം ഈ ജീവൻ തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ആരൊക്കെ ഈ കാര്യത്തിൽ ജാഗ്രത കുറവും അനാസ്ഥയും ഉത്തരവാദിത്വരാഹിത്യവും ഈ കുറ്റകൃത്യത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളിയാൽ, ഇപ്പോൾ റോബറി മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അത്ര നമുക്ക് ഏത് കേസും അത്തരത്തിൽ ഏതും നമുക്ക് ചാർജ് ചെയ്യാം, പക്ഷേ കോടതിയിലെത്തുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി നിൽക്കുന്നതായിട്ടുള്ള, ഇപ്പോൾ ഞാൻ ഈ പ്രോസിക്യൂഷൻ ഭാഗത്തും ഞാൻ പ്രതിഭാഗത്തും രണ്ട് ഭാഗത്തും എൻ്റെ ദീർഘകാലത്തെ അഭിഭാഷക വൃത്തിയിൽ ഞാൻ ഹാജരായിട്ടുണ്ട്. അവിടെ ഹാജരാക്കുന്ന ആ വലകൾ കൃത്യമായിരിക്കണം, ആ കണ്ണികൾ ചേരുന്നതായിരിക്കണം, അത് കൃത്യമായി തെളിയിക്കപ്പെടാൻ കഴിയുന്നതായിരിക്കണം. നമ്മളല്ലാതെ ജനങ്ങളുടെ കയ്യടി നേടാൻ വേണ്ടിയും ഏതെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയും അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങളെല്ലാം പറഞ്ഞ ആരോപണങ്ങളുമായി കോടതിയിലേക്ക് ചെന്നാൽ കോടതി അതോടുകൂടി ആ കാര്യം എടുത്തങ്ങ് തള്ളും. അതാണ് സംഭവിക്കുക. കൃത്യമായിരിക്കണം ആ കാര്യങ്ങൾ, അത് പ്രിസൈസ് ആയിരിക്കണം, മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിരിക്കണം. ഇവിടെ ഈ കാര്യങ്ങളിൽ കൃത്യമായ കുറ്റവിചാരണ നടക്കുകയും അത്തരത്തിൽ ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. സർക്കാരോ പാർട്ടിയോ ഇവിടെ സമ്പത്ത് പറഞ്ഞ ക്ലാരിറ്റിയോടെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. സമ്പത്ത് പറയുന്ന ആരായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. അത് പോരെ? എന്നോടല്ലേ ചോദ്യം? അതെ അനൂപ്. എന്നോടല്ല ജിംസ ചോദ്യം? അതെ അനൂപ്. അതെ, ഇതിനകത്ത് സമ്പത്ത് സാറിന് അദ്ദേഹത്തിന് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയോട് അദ്ദേഹത്തിന് പറയാൻ കഴിയും. അദ്ദേഹം ഈ ചർച്ചയിൽ പ്രകടിപ്പിക്കുന്ന സത്യസന്ധത ഈ പറയുന്ന വിഷയത്തിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇതുപോലെ പറയാൻ പറ്റുമോ? പറ്റില്ല. അതാണ് വ്യത്യാസം. ഇപ്പം നമുക്ക് സമ്പത്ത് സാറിനെ പോലെ ഒരാളോട് തർക്കിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അദ്ദേഹവുമായി ഈ മീഡിയ വണ്ണിൽ തന്നെ 3-4 ചർച്ചകളിൽ പങ്കെടുത്തിട്ട ഒരാളാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ദുർബലമാണ്. പക്ഷേ അദ്ദേഹം അത് മാന്യമായി നിർവഹിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരം സത്യസന്ധമായി ഈ കാര്യങ്ങൾ പറയാൻ ബന്ധപ്പെട്ട ആളുകൾക്ക്, അത് കൈകാര്യം ചെയ്ത ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അജിൻസെ, നമ്മൾ ഈ ചർച്ചകൾ ആരംഭിക്കുന്നതെന്നാ ഈ അയ്യപ്പ കോൺക്ലേവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഇവിടെ സത്യത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഷ്ടകാലം തുടങ്ങിയതെന്നാ ഈ അയ്യപ്പ കോൺക്ലേവിൽ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച അന്നു മുതൽ ഈ ദുർവിധി സർക്കാരിന് തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വാവര് സ്വാമി സമേതനായി പുണ്യപൂങ്കാവനത്തിലിരിക്കുന്ന ശ്രീ ധർമ്മശാസ്താവിൻ്റെ ആ പരിസരത്തെ ഇപ്പോഴും മുസ്ലിം വീടുകൾ ബുൾഡോസ് ചെയ്യണമെന്ന് പറയുന്ന യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്ന് മലിനമാക്കിയ സർക്കാരാണ്. തുടക്കം മുതൽ ഇതിലൊരു സംഘപരിവാറുമായുള്ള ഒരു അന്തർധാരയുടെ അടിയൊഴുക്കുണ്ട് അജിംസെ. ഞാൻ ഈ അയ്യപ്പ ശബരിമല സന്നിധാനത്തെ ഈ സ്വർണ്ണക്കൊള്ളയോടൊപ്പം തന്നെ ഏറ്റവും ഗൗരവതരമായി കാണുന്നതാ ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നൊരു വിലയുണ്ട്. ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം BJP-യുള്ള ബന്ധം CPM-ൻ്റെ സമീപകാല ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത് ആരോപിച്ചുകൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നിരിക്കുക. ഇവിടെ കൃത്യമായി ഇത്തരം രംഗങ്ങളിൽ ഒരു CPM-ഉം BJP-യുമായുള്ള ഒരു അൺഹോളി നെക്സസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക ആളുകൾക്കുണ്ട്.